രാവിലെ ഒരു കാര്യം ചെയ്യാൻ പോവാം. മുടി വളരാൻ വേണ്ടി സിമ്പിൾ ഒരു എണ്ണതേര് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണേ. അപ്പം വീഡിയോ ഞാൻ വലിയ നീട്ടുന്നൊന്നുമില്ല, പെട്ടെന്ന് പറയാം. അപ്പം അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, വീഡിയോ ഒക്കെ ഇപ്പം ആരും കാണുന്നില്ല കേട്ടോ, മോശമാണ്. ഞാൻ സമയമില്ലാത്തതിൻ്റെ ഇടയ്ക്ക് തിരക്കിനിടയ്ക്കൊക്കെ നല്ലതായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ അന്നന്നത്തെ കാര്യമാണെന്നെങ്കിലും ഇടുന്നുണ്ട്. നിങ്ങളാരും സപ്പോർട്ട് ചെയ്യുന്നില്ല, മോശമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്നലെ വരെ സൺഡേ വരെ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് മുടി ഒന്ന് കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറാനും, കൊഴിയുന്നില്ല എന്നാലും ഇച്ചിരി കൂടെ ശക്തമായിട്ടൊക്കെ ഒന്ന് മുടി വളരണം. റൂട്ടൊന്ന് ഇവിടുന്നേ ഒന്ന് റെഡിയായിട്ടൊക്കെ ഒന്ന് വരണം. അപ്പോൾ നമുക്ക് എൻ്റെ കുഞ്ഞിലത്തെ പോലെയൊക്കെ നല്ല മുടി വളരുമോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. വളരുന്നുണ്ട്, അതായത് പൊഴിയുന്നില്ല. പിന്നെ റൂട്ട് ചെറിയ കുഞ്ഞു മുടിയൊക്കെ കുറ്റിമുടിയെല്ലാം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ ശക്തമായിട്ടൊന്ന് വളരാൻ വേണ്ടി ഞാനൊന്ന് നോക്കുക. അതായത് നമ്മളുടെ സാധാ ഞാൻ എണ്ണ തേക്കാറില്ല, ഇത് ഉമ്മ മേടിച്ച് വെച്ചിരിക്കുക. ഇത് തന്നെ മേടിച്ച് വെച്ചിട്ട് 6 മാസമായെന്ന് തോന്നി കുഞ്ഞു കുപ്പി. വല്ലപ്പോഴും ഞാൻ ചക്കയിറക്ക് പറ്റുമ്പോൾ ഓടിച്ചെന്ന് രാത്രിയിലകത്ത് അകത്തെ അടുക്കളയിൽ കഴിക്കുമ്പോൾ 3-4 ദിവസം രാത്രിയിൽ ഇങ്ങോട്ട് വർക്ക് ഏരിയ ഇറങ്ങാൻ പേടിയായിട്ട് ആ അടുക്കളയിലിരിക്കുന്ന ഇതെടുത്ത് തേക്കും. ബാത്റൂമിലല്ലേ വെക്കുന്നത്, അപ്പം തന്നെ എനിക്ക് അറിയരുതോ തലയിൽ തലയിൽ തേക്കാൻ എനിക്ക് ആയുർവേദത്തിൻ്റെ ഡോക്ടർ മൈഗ്രെയിൻ വരാതിരിക്കാനല്ല, മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ തലവേദന കൂടുമ്പോൾ ഒക്കെ തേക്കാൻ വേണ്ടി, മസാജ് ചെയ്യാൻ വേണ്ടിയും തേച്ച് കുളിക്കാൻ വേണ്ടിയുള്ള തലയൊക്കെ തേക്കാനുള്ള തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി തന്നിട്ട് ഇപ്പോഴേ ഇരിക്കും, 1 വർഷം കഴിഞ്ഞു. അതവിടെ ബാത്റൂമിൽ അതേപോലെ ഇരിപ്പുണ്ട് 2 കുപ്പി. പിന്നെ ഇത് ഉമ്മ ഒരു പാരച്ചൂട്ട് എപ്പോഴും മേടിച്ച് വെക്കുന്നത്, നമ്മൾ ഈ ടിപ്സൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി. അതും പിന്നെ ഈ ബദാമിൻ്റെ ഇതും ടിപ്സൊക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച് വെക്കുന്ന കണ്ടോ ഇത്. പിന്നെ മെയിനായിട്ടുള്ളതാണ് നമ്മുടെ ആവണക്കെണ്ണ. ഇതല്ലേ സൂപ്പർ, ഇഷ്ടം പോലെ മുടി കിളുത്ത് വരും. അപ്പോൾ ആവണക്കെണ്ണ ചുമ്മാ തേക്കാൻ പാടില്ല. ആവണക്കെണ്ണ 1 ടീസ്പൂൺ ആവണക്കെണ്ണയും 1 ടീസ്പൂൺ പിന്നെ ഈ എണ്ണയും കൂടെ. പിന്നെ ഇത് ഞാൻ മുഖത്ത് തേക്കാനായിട്ട് വാങ്ങിച്ച ഒലിവ് ഓയിലാണ്. പക്ഷേ ഞാൻ ഇതുകൂടെ പക്ഷേ ഇത് ചൂടാക്കാൻ പാടില്ല. ഇത് ഡയറക്റ്റ് അങ്ങ് തേക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. ഇത് ചുമ്മാ നമ്മൾ തലയിൽ തേക്കാനേ പാടുള്ളൂ. അത് ഞാനതുകൊണ്ട് പിന്നെ ഈ 2 എണ്ണം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുന്നത് ഇച്ചിരി വെള്ളം ഒരു ചെരുവത്തി വെച്ചിട്ട് അത് തിളയ്ക്കുമ്പോൾ അതിൻ്റെ പൊക്കത്തൊരു സോസറിൽ ഇത് 2 കൂടെ സമം ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കും. എന്നിട്ട് ആ ചൂട് ഒന്ന് ചെറുതായിട്ട് തലയിൽ തേക്കാൻ പാകത്തിന് ആറിക്കഴിയുമ്പോൾ നമ്മളുടെ ഈ ബദാം ഓയിലും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് തേക്കാൻ വേണ്ടിയിട്ട് തലയോട്ടി മുഴുവൻ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ മനസ്സിലായല്ലോ, തേച്ച് പിടിപ്പിച്ച് പൊക്കി കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. എങ്ങനെയാണെന്ന് കാണിക്കാമേ. ചെരുവത്തിൽ ഇച്ചിരി വെള്ളം വെച്ചു, ഗ്യാസ് ഓൺ ചെയ്യാമേ. എന്നിട്ടത് തിളയ്ക്കണം. ഇതിനകത്തോട്ട് ടേബിൾ സ്പൂൺ എടുത്തേക്കാം. നല്ലതായിട്ടങ്ങ് തലയെ തേച്ച് പിടിപ്പിച്ചേക്കാം. ഇന്ന് മൺഡേ അല്ലേ, ഇനിയിപ്പോൾ ശനിയാഴ്ച മുടി ഞാൻ താളി അവിടെ വെള്ള ചെമ്പരത്തിയുടെ ചെടി നിൽപ്പുണ്ടല്ലോ, വെള്ളപ്പൂവ്, ചുമലപ്പൂവിൻ്റെ ഒന്നും വെച്ചിട്ട് കിളുത്ത് വന്നിട്ടില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു നമ്മുടെ ആവണക്കെണ്ണ. ഇനി നമ്മുടെ 1 ടേബിൾ സ്പൂൺ പാരച്ചൂട്ട്. ഇനി നമുക്ക് അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ഇങ്ങനെ ചൂടാക്കാവുള്ളൂ, അല്ലേ കരിഞ്ഞു പോകും. ആവണക്കെണ്ണ ഇങ്ങനെ വെളിച്ചെണ്ണയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വേണം തേക്കാൻ. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്, വെള്ളം തിളച്ചുകൊണ്ട് ആ മൂലിക്ക് വെട്ടിത്തിളയ്ക്കുന്ന കാണാമോ അവിടെ, ഇവിടെയൊക്കെ എല്ലാം മൊത്തം തിളച്ചു. അപ്പോൾ ഓഫ് ചെയ്യണേ, മതി, എൻ്റെ ആവശ്യമുള്ളൂ. ചൂടായിട്ടുണ്ട്. നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ട് ആറുമ്പം അതിനകത്ത് ആവണക്കെണ്ണയും കൂടെ ഒലിവ് ഓയിലും കൂടെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമ്മുടെ തലയോട്ടിയെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഓഫ് ചെയ്യാണ്, ഇത് ആറട്ടെ.
ചോറ് തിളയ്ക്കുന്നു. കുക്കറിൽ മത്തങ്ങായും പരിപ്പും പച്ചമുളകും കൂടെ ചീറ്റാൻ വെച്ചത് ചീറ്റുന്നു. പിന്നെ ഇനി എരിശ്ശേരിക്കുള്ളത് അരയ്ക്കാൻ പോകുന്നു. ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങായും മാത്രം അരയ്ക്കും. വെളുത്തുള്ളി ചുമന്നുള്ളിയൊന്നും അരയ്ക്കത്തില്ല. നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്ന് പറയണേ. എനിക്കിഷ്ടമില്ല എന്നിട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളി അരയ്ക്കാത്ത കേട്ടോ. കടുക് വറക്കുമ്പം തേങ്ങാ ചരണ്ടിയതും പിന്നെ കറിവേപ്പിലയും കടുകും ചെറിയ ഉള്ളി വറ്റൽമുളകും എടുക്കും കേട്ടോ. ഇതാ ചിക്കൻ കറി വെച്ചു. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പല പല ബോക്സിലാക്കി ഇങ്ങനെ കണ്ടെയ്നറിലാക്കി ഞാൻ ഫ്രീസറിൽ വെക്കുമെന്നു. ഇതിപ്പോൾ എന്താ ആരൻ ഇപ്പം ചോറുണ്ടിട്ടുള്ളതായിട്ട് ആരൻ ചോറുണ്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കി ചെയ്ത് കേട്ടോ. കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി വെച്ചു. ഞാൻ ഇച്ചിരി തേങ്ങാപ്പാലോടെ ഒഴിച്ച് ഇങ്ങനെയാണ് വെച്ചത്. ഇന്ന് അങ്ങനെ അങ്ങ് വെച്ചു. മത്തങ്ങായും പരിപ്പോടെ എരിശ്ശേരി വെച്ചു. ഉണക്ക സ്രാവ് കാന്താരി വെച്ച് ചുമന്നുള്ളിയും വെച്ച് ചതച്ചു. പപ്പടം വറുത്തു. പിന്നെ ശനിയാഴ്ച വെച്ച് ആറ്റുമീൻ പീര അതുമുണ്ട്. മാങ്ങ അച്ചാറും പോരെ. എൻ്റെ ആരൻ്റെ റൂമാണ് ഇത്. ആരൻ്റെ കട്ടില, ഇതെൻ്റെ കട്ടിൽ. ബെഡ്ഷീറ്റ് ഇന്ന് അലക്കാൻ എടുത്തിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം നിർബന്ധമായിട്ട് അലക്കും. ഇത് ആരൻ്റെ കട്ടിൽ, ഇതെൻ്റെ കട്ടിൽ. ആരാണ് ഇന്ന് ബെഡ്ഷീറ്റ് വിരിച്ചത്. ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു. ആരൻ നല്ല വിരിച്ചു ഇട്ടിരിക്കുക. മറ്റേ മാറിയത് അലക്കാൻ കൊണ്ടിട്ട്. ഇതൊക്കെ മീഷോയുടെ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ. പിന്നെ സൂപ്പറാണ്. എല്ലാത്തിനും 100ഉം 200ഉം. ഇതിനൊക്കെ 200 കേട്ടോ. 2 പില്ലോ കവറും ഡബിൾ കോട്ടിൻ്റെ ഇതും. ഇത് 100 കേട്ടോ. ഇത്രയും കട്ടിയുള്ള തുണിയല്ല ഇത്. പിന്നെ പില്ലോ കവർ ഞാൻ റിഡക്ഷന് പൊളിമോട്ടിക് സിൽക്കോസിന്ന് വാങ്ങിച്ച സൂപ്പർ ലാഭമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം വാങ്ങിച്ച. ഞാൻ തിരുമാൻ പോകുമ്പോഴത്തേക്കിനും നല്ല ബെഡ്ഷീറ്റും നല്ല പില്ലോ കവറും കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പിന്നെ അവിടെ പോയി വാങ്ങിച്ച. അത് നേരത്തെ വാങ്ങിച്ചു വെച്ച റിഡക്ഷൻ സമയത്ത്, ഓണത്തിൻ്റെ സമയത്ത്. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഈ 2 കട്ടിലേ ഞങ്ങൾക്കുള്ളൂ. ഇതൊക്കെ ജാമ്പുവാൻ കട്ടിലാണ്ടോ. ഇതൊക്കെ ഈ വീട് പണിത 45 വർഷത്തെ പഴക്കമുണ്ട് ഈ കട്ടിലിനൊക്കെ. പണ്ടത്തെ സിംഗിള് നോക്കിയേ, പണ്ടത്തെ കട്ടില് കണ്ടോ. ഇത് പിന്നെ 45 വർഷമായില്ലെങ്കിലും ഒരു 10-35 വർഷമായി. 35 അല്ല, 40 വർഷമെങ്കിലും ആയി. ഹസ്ബൻഡ് 2000 രൂപയ്ക്ക് മണർകാട് പള്ളിയിലെ പെരുന്നാളിന് പണ്ട് കുഞ്ഞിലെ വാങ്ങിച്ചാന്നൊക്കെ പറയും. അപ്പം 10-35-40 വർഷമായി എന്തായാലും. പിന്നെ ഇതും കൂടെ ഒടിയാനുള്ളൂ. ബാക്കി ഞങ്ങളുടെ റൂമിലെ വേറെ 2 റൂമിൽ ഓരോരോ കട്ടിലിട്ടിരിക്കുന്ന 2ഉം ഒടിഞ്ഞ്. അതിനി കത്തിച്ച് കളയണം. ബെഡും എല്ലാം കത്തിച്ച് കളയണം. പിന്നെ ഈ 2 കട്ടിലും 2 ബെഡും മതി. അല്ല ഇതിപ്പോൾ ഉടനെ ഒടിയും കേട്ടോ. ഞാനും ആരണം മസിൽ പിടിച്ചാൽ കിടന്ന അനങ്ങുകയില്ല. ഞങ്ങൾ കിടക്കുന്ന കിടപ്പ് സ്റ്റാച്ചു പോലെ ഞങ്ങൾ കിടക്കും. ഓയ്യോ രസമാണ്. ഇനി ഹസ്ബൻഡ് വരുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ കട്ടിൽ വാങ്ങിച്ചു തരാം. നല്ല ബെഡും വാങ്ങിച്ചു തരാം. എനിക്ക് വാദമൊന്നും വരാതിരിക്കാനുള്ള നല്ല ചകിരിയുടെ നല്ല ഫോം നല്ല ബെഡും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 2 കട്ടിലും. അവന് സിംഗിൾ കോട്ട് മതി, എനിക്ക് ഡബിൾ കോട്ട് വേണം. അവനും വേണം ഡബിൾ. പക്ഷേ ഇവിടെ 2 എണ്ണം ഡബിൾ ഇടുമ്പം പിന്നെ അങ്ങ് കൺജസ്റ്റഡ് ആയിപ്പോൾ റൂം. അത് കാരണം അവന് സിംഗിൾ മതി. ഇപ്പോഴത്തെ സിംഗിളൊക്കെ കുറച്ചുകൂടെ വീതിയൊക്കെ വരും. അപ്പോൾ എനിക്ക് ഡബിൾ മതി. ഡബിൾ ഇപ്പോഴത്തെ മേടിക്കുമ്പോൾ ഫാമിലി കോട്ട് പോലെ ഇരിക്കും, നല്ലതാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ദൈവം സഹായിക്കട്ടെ. ബെഡും കട്ടിലും കൂടെ 2 എണ്ണം വീതം മേടിക്കുമ്പം തന്നെ അയ്യോ 19,000 രൂപയാകും തോന്നുന്നു. കുറഞ്ഞത് മതിയെന്നേ. എല്ലാ പള്ളിപ്പെരുന്നാളിൻ്റെ അവിടെയൊക്കെ തിരക്കാം. മതിയെന്നേ. എൻ്റെ യേശുവേ സ്തോത്രം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ 1 സെക്കൻഡ്. ഇന്നിവിടെ മഴയൊക്കെ പെയ്തു കേട്ടോ. നല്ല മഴയൊക്കെ ആയിരുന്നു. വീഡിയോ ഇച്ചിരി താമസിക്കും ഇന്നിടാൻ. ഭയങ്കര തിരക്കാണ് ഇന്ന്. ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് സമയം വേണം. എന്നാലും നിങ്ങൾ കാണണേ. നല്ല മഴയൊക്കെ പെയ്ത് മുറ്റമൊക്കെ നനഞ്ഞു. ചപ്പൊക്കെ കിടപ്പുണ്ട്. അതായത് ആര്യവേപ്പിൻ്റെ കീഴിൽ കണ്ടോ. പിന്നെ റംബുട്ടാൻ്റെ അവിടെയും ഉണ്ട് കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് ദൈവം സഹായിച്ച അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ചക്കരയുമ്മ. ഇന്നും ഒരു ചക്ക പൊഴിഞ്ഞ് വീണായിരുന്നു. അത് പഴുത്തായിരുന്നു കേട്ടോ. അത്
നല്ലതായിട്ട് മൂത്ത് പഴുത്ത് കഴിയുമ്പോൾ താഴോട്ടങ്ങ് വീഴും. അത് നിലത്ത് മുട്ടി നിൽക്കുന്നതുകൊണ്ട് ഒരു കേടും വരത്തില്ല. ഞാനത് മുഴുവൻ ഇരുന്ന് കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. ചെറുതായിരുന്നു, എന്നാലും ഞാൻ നല്ലതായിട്ട് അത് ഫുള്ള് ഞാൻ തന്നെ കഴിച്ചു. ആരണ്ണൊന്നും അത്ര വലിയ താല്പര്യമില്ല. ബാക്കി ഞാൻ കാണിക്കാമേ. ഇനി എത്ര ചക്ക ഉണ്ടെന്ന് നോക്കട്ടെ. ബാക്കി നിൽക്കുന്ന ഇത്രയൊക്കെ മുഴുപ്പ്, ഇച്ചിരി കൂടെയൊക്കെ വരും. ഇന്ന് പൊഴിഞ്ഞതിന് അത്രയും മുഴുപ്പില്ലായിരുന്നു, ഇത്രയൊന്നും മുഴുപ്പില്ലായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, നല്ല മധുരവും നല്ല കളറും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ.